ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും റോളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് വേറൊന്നുമല്ല, നമ്മുടെ CS റാങ്കിലെ കുറച്ച് ഹൈഡ് ആൻഡ് പ്ലേസ് ടിപ്സ് ആൻഡ് ബഗ്സിനെ പറ്റിയൊരു വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ നോളം സെറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഞാനിതിൽ ഒട്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സ്പോട്ട് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മുടെ ഇവിടെ കിടക്കുന്ന ഡ്രം ഉണ്ട്, നമ്മുടെ പോച്ചിനോക്കിലുള്ളത്. ആ ഡ്രമ്മിൽ ചവിട്ടി നിങ്ങളിങ്ങനെ കയറി ഇതേപോലെ തന്നെ കയറണം കറക്റ്റായിട്ട്, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഹൈഡ് ആൻഡ് പ്ലേസ് വർക്കാകത്തുള്ളൂ. ഞാൻ ചാടി കയറുന്ന പോലെ നിങ്ങൾ ഈ ഡ്രമ്മിൽ ചവിട്ടി കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് ഫൈനലായിട്ട് ഇവിടെ എത്താൻ പറ്റും. മീൻസ് ഈ ഒരു വീടിൻ്റെ മുകളിലോട്ട് എത്താൻ പറ്റും. ഈ ഒരു സ്പോട്ടൊക്കെ എല്ലാ കൂട്ടുകാർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ അറിയാത്ത കുറേ മെമ്പേഴ്സ് ഉണ്ട്, അവർക്ക് വേണ്ടി നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. മുന്നത്തെ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറിയാത്തവർക്ക് വേണ്ടി നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഒന്നാമത്തെ സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്പോട്ടിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ്. നിങ്ങൾ കണ്ടെത്താൻ മനസ്സിൽ നമ്മൾ ഹൈറ്റിലായതും നല്ല ഹൈറ്റ് ഉണ്ട്, എഡേജും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്പോട്ടാണ്. അപ്പോൾ ഞാനിതിൽ ഒട്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ അടുത്ത സ്പോട്ട് എവിടെയാണ് നോക്കാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്പോട്ടിന് നമുക്ക് ആവശ്യമുള്ള ഒരു 2 ഗ്ലൂ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഭാഗത്ത് വരെ ഇവിടെ തന്നെ വരണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു സ്പോട്ട് വർക്കാകത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഇതേപോലത്തെ 2-3 സ്ഥലങ്ങളുണ്ട്, അവിടെ ചെന്നിട്ട് നിങ്ങൾ ഇതേപോലെ ഗ്ലൂ കാര്യങ്ങളൊന്നും ഇടരുത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ കറക്റ്റായിട്ട് ഇതേപോലെ ആദ്യം ഗ്ലൂ ഇടുക, എന്നിട്ട് ഇവിടെ ഒരു ഗ്ലൂ ഇടുക. അപ്പോൾ അങ്ങനെ 2 ഗ്ലൂ കാര്യങ്ങളൊക്കെ ഇടുക. അതുപോലെ തന്നെ സ്കോപ്പുള്ള ഗണ്ണാണ് നിങ്ങൾക്ക് അത്രയും അഡ്വാൻറ്റേജ് ആണ്. മീൻസ് നിങ്ങൾക്ക് ലോങ്ങിലോട്ട് അടിക്കാൻ പറ്റും. പിന്നെ അല്ലെങ്കിൽ ഒരു മിഡ് റേഞ്ച് ഗണ്ണായാലും കുഴപ്പമൊന്നുമില്ല, ലോങ്ങിലോട്ട് അടിക്കുന്ന ഗണ്ണാണ് ഏറ്റവും കൂടുതൽ ബെറ്റർ. കാരണം നിങ്ങൾക്ക് ഇവിടെ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ്. ഞാൻ അതിനെപ്പോൾ ഒരു പുള്ളിക്ക് നല്ല രീതിക്ക് ഡാമേജ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങളും കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും CS റാങ്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഹീറോയ്ക്ക് ഗ്രാൻഡ് മാസ്റ്റർ അടിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഞാനിതിൽ ഒട്ടും പറഞ്ഞ് ബോറാക്കുന്നില്ല, നമുക്ക് നേരെ അടുത്ത സ്പോട്ട് എവിടെ നോക്കാം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ സ്പോട്ടിന് നമുക്ക് ആവശ്യമില്ല, നിങ്ങൾക്ക് വെറും 3 ഗ്ലൂ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഭാഗത്ത് വരെ ഇവിടെ കറക്റ്റായിട്ട് ഇതേപോലെ തന്നെ നമ്മൾ ഒബ്സർവേറ്ററിയാണ് ഈ ടിപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ കറക്റ്റായിട്ട് ഇതേപോലെ തന്നെ 3 ഗ്ലൂ കറക്റ്റായിട്ട് ഇട്ട് നിങ്ങൾക്ക് ചാടാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഫസ്റ്റ് ഗ്ലൂ ഇടാൻ ശ്രമിക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ സ്പോട്ട് വർക്കാകത്തുള്ളൂ. അതുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിക്കുക. എന്നിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഈ വീടിൻ്റെ മേലോട്ട് കയറി, മീൻസ് ഈ ഒരു ഭാഗത്ത് കൂടെ വന്നിട്ട് ജസ്റ്റ് ഈ ഒരു ഭിത്തിയിലൂടെ ജസ്റ്റ് എന്നിട്ട് ജസ്റ്റ് ജമ്പ് ചെയ്ത് സ്കോപ്പ് ചെയ്തിട്ട് എങ്ങനെ ജമ്പ് ചെയ്യുക. എന്നിട്ട് നേരെ നിങ്ങൾ ഈ ഒരു ഭാഗത്ത് വന്നിട്ട് നേരെ ഈ ഒരു ഇതിൻ്റെ സൈഡിലോട്ടായിട്ട് നിങ്ങൾക്ക് ചാടി കയറാൻ പറ്റുന്നതായിരിക്കും ഇതിന് മേലോട്ട്. അപ്പോൾ ഇതിൻ്റെ റൂഫ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ്. പിന്നെ കുറേ എനിമീസ് ഈ വണ്ടിയുടെ ഭാഗത്തായിട്ടും അതുപോലെ തന്നെ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് കൂടെ കുറേ എനിമീസ് റഷ് ചെയ്ത് വരാറുണ്ടാവും. അവരെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കില്ല് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ്. നമ്മളതിനെ പെട്ടെന്ന് തന്നെ കാണില്ല, ഇനി കണ്ടാൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഹെഡ് കാര്യങ്ങളൊക്കെ അടിച്ച് കില്ല് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ അടുത്ത സ്പോട്ട് എവിടെ നോക്കാം. അപ്പോൾ നമ്മുടെ നാലാമത്തെ സ്പോട്ട് വന്നിരിക്കുന്നത് നിങ്ങൾ നേരെ ഈ സ്റ്റെപ്പിൻ്റെ ഇതിൽ കൂടെ തന്നെ കറക്റ്റായിട്ട് ഞാൻ കയറുന്ന പോലെ കയറണം. നിങ്ങൾ ജസ്റ്റ് ഈ ഒരു സൈഡിലൂടെ വന്നിട്ട് കറക്റ്റ് ഞാൻ നിൽക്കുന്ന പോലെ ഈ ഒരു പൊസിഷനിൽ തന്നെ നിൽക്കണമെന്ന് നിങ്ങൾക്ക് താഴത്തുകൂടി മീൻസ് ബാക്കിലൂടെ ലെഫ്റ്റിലൂടെ റൈറ്റിലൂടെ ഒക്കെ വരുന്ന എനിമീസ് നിങ്ങൾക്ക് കാണാനും പറ്റും. അതുപോലെ തന്നെ അപ്പുറത്തൊക്കെ നിൽക്കുന്ന എനിമീസൊക്കെ ഉണ്ടല്ലോ, ഈ കൺട്രീൻ്റെ സൈഡിൽ വരുന്ന എനിമീസിന് നിങ്ങൾക്ക് ഇതേപോലെ കില്ല് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി കിടുക്ക സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്പോട്ട് എത്ര പേർക്ക് അറിയോ അറിയില്ല എന്നൊക്കെ ഒന്ന് കമൻറ്റ് ഇട്ടുക. ഇതായിട്ട് നമ്മുടെ ചാനൽ സബ് ചെയ്യാത്ത പെട്ടെന്ന് ചാനലൂടെ സബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ അടുത്ത സ്പോട്ട് എവിടെ നോക്കാം. അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ സ്പോട്ടും കുറേ പേർക്ക് അറിയാം, കുറേ പേർക്ക് അറിയാത്തവരുണ്ട്. അപ്പോൾ നിങ്ങൾ ഞാൻ ഇടുന്ന പോലെ നിങ്ങൾ കറക്റ്റായിട്ട് ഇതേപോലെ തന്നെ നിങ്ങൾ 3 ഗ്ലൂ കറക്റ്റ് ഞാൻ ഇടുന്ന പൊസിഷനിൽ തന്നെ ഇടണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ സ്പോട്ട് വർക്കാകത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇട്ടപോലെ കറക്റ്റായിട്ട് ഇട്ടതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഇതേപോലെ നിങ്ങൾ സ്കോപ്പ് ചെയ്തിട്ടോ സ്കോപ്പ് ചെയ്യാതെ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ജമ്പ് ചെയ്ത് കയറിയിട്ട് ലാസ്റ്റ് ഇവിടെ നിന്നൊരു വടി ഉണ്ടല്ല, വടിയുടെ മേലോട്ട് മീൻസ് നിങ്ങൾ ജമ്പ് ചെയ്യുക. എന്തൊരു സംഭവം ഉണ്ടല്ലോ, ഒരു കോലെന്തോ അതിൻ്റെ മേലോട്ട് ജമ്പ് ചെയ്ത് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ മേലോട്ട് അടിപൊളി കയറാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട്. അപ്പോൾ ഞാൻ തന്നെ അവിടെ തന്നെ സ്പോട്ട് ചെയ്ത് ഗ്രാനേഡും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ഡാമേജ് കാര്യങ്ങളൊക്കെ കൊടുത്തു. പിന്നെ ആ പുള്ളിക്കാരൻ ഒറിയോൺ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, പെട്ടെന്ന് തന്നെ നോക്ക് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ചാനൽ സബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ നോളം സെറ്റ് ചെയ്ത് ഞാൻ ഇതേപോലത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഗൈസ്.